സ്പാർക്കിൽ കൂടെ നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് എന്ന് കാണിക്കുന്ന വീഡിയോ ട്യൂട്ടോറിയലാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഗൂഗിളിൽ സ്പാർക്ക് ലോഗിൻ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ലോഗിനുള്ള നിങ്ങളുടെ പെൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും അടിച്ച് ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ കിട്ടുന്ന നിങ്ങൾക്കുള്ള വിൻഡോയാണിത്. ഇതിൽ നിങ്ങൾ ഏറ്റവും ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ അഡ്മിനിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ രണ്ടാമത് കാണുന്ന പ്രോപ്പർട്ടി റിട്ടേൺസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോ കാണാം. ഇതിൽ 4 സ്റ്റെപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ആണ് സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3യും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിനുശേഷം സ്റ്റെപ്പ് 4 ജനറേറ്റ് ആൻഡ് പ്രിന്റ് അക്നോളജ്മെന്റ് ആണ്. ഇതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന റെഡ് ബട്ടണിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 1ൽ പൂരിപ്പിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഇവിടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിവ കാണാം ഏറ്റവും മുകളിൽ. ഇനി നിങ്ങൾ നമ്മുടെ പ്രോപ്പർട്ടി ഡിറ്റെയിൽസ് ഫയലിംഗ് അതോറിറ്റി കൊടുത്തിട്ട് ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് കൊടുക്കുകയാണ്. നമ്മുടെ പെൻ നമ്പർ ഇവിടെ കാണാം, നമ്മുടെ പേര് കാണാം. ഇനി നമ്മുടെ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ, പേരിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മൾ ആരാണ് നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ സ്കൂളിൻ്റെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക. അത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കാണും. ഇനി ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് പ്രോപ്പർട്ടി ആണ്. ഇവിടെ നോ അല്ലെങ്കിൽ എസ് കൊടുക്കാം. നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇവിടെ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂരിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ പൂരിപ്പിക്കേണ്ട. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മൾ അതിന് സർട്ടിഫൈഡ് ചെയ്യലിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യുക. അടുത്ത രണ്ടാമത്തെ പാർട്ടാണ് നമുക്ക് വരുന്നത്. പാർട്ട് 2 ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അത് ഏതെങ്കിലും ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി, ലാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര ഏക്കറുണ്ട്, എത്ര സ്ഥലമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കോളങ്ങളിൽ കൃത്യമായിട്ട് കൊടുത്ത് കൺഫേം ചെയ്യുക. ഇത് പാർട്ട് 3 ആണ്. ഇവിടെ നിങ്ങൾ ഫുൾ പർട്ടിക്കുലേഴ്സ് ഓഫ് ഷെയർസ്, നമ്മുടെ എന്തെങ്കിലും ഷെയർസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുത്ത് അതും സർട്ടിഫൈ ചെയ്ത് കൺഫേം ചെയ്യുക. ഇനി നിങ്ങൾ ജനറേറ്റ് അക്നോളജ്മെന്റ്സ് ആണ്. ജനറേറ്റ് അക്നോളജ്മെന്റ് എടുത്ത് നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ച് നമ്മുടെ DDOയ്ക്ക് കൊടുക്കുക. ശേഷം നമ്മൾ സൈൻ ഔട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.